നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കേരള ഗൾഫ് യാത്രാ കപ്പൽ സ്വപ്നങ്ങൾക്ക് ചിറകുമുളയ്ക്കുന്നു. താൽപര്യപത്രം സമർപ്പിക്കാനുള്ള തീയതി അവസാനിച്ചപ്പോൾ 3 കമ്പനികളാണ് യാത്രാ കപ്പൽ സർവീസിനായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ സർവീസ് ആരംഭിക്കുന്നതിനാണ് കോഴിക്കോട്ടേതുൾപ്പെടെയുള്ള 3 കമ്പനികൾ താൽപര്യമറിയിച്ചത്. കോഴിക്കോട് കേന്ദ്രമായ ജമാൽ വെഞ്ചേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡും ചെന്നൈ, മുംബൈ എന്നിവിടങ്ങളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് 2 കമ്പനികളുമാണ് സർവീസിനായി താൽപര്യപത്രം സമർപ്പിച്ചത്. ഈ മേഖലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്നവരാണ് ഈ കമ്പനികളെന്ന് മാരിടൈം ബോർഡ് അധികൃതർ പറഞ്ഞു. കേരള ഗൾഫ് സർവീസിന് താൽപര്യപത്രം സമർപ്പിക്കാൻ ഏപ്രിൽ 22 വരെയായിരുന്നു സമയം അനുവദിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 3 കമ്പനികൾ രംഗത്തെത്തിയത്. അടുത്ത ഘട്ടത്തിൽ യാത്രാ സമയം, നിരക്ക്, തുറമുഖ നവീകരണം തുടങ്ങിയ വിഷയങ്ങൾ കമ്പനികളുമായി ചർച്ച ചെയ്യുമെന്ന് മാരിടൈം ബോർഡ് ചെയർമാൻ NS പിള്ള പറഞ്ഞതായി മാതൃഭൂമി റിപ്പോർട്ട് ചെയ്തു. യാത്രാ കപ്പൽ സർവീസിനെ കുറിച്ചുള്ള പ്രാരംഭ ചർച്ച കഴിഞ്ഞ മാസം കൊച്ചിയിൽ നടന്നിരുന്നു. 20ഓളം കമ്പനികളുടെ പ്രതിനിധികളാണ് അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തത്. കപ്പൽ സർവീസ്, ചരക്ക് ഗതാഗതം, വിനോദസഞ്ചാരം തുടങ്ങിയ മേഖലകളിലെ കമ്പനികളായിരുന്നു ചർച്ചയിൽ പങ്കെടുത്തത്. പ്രവാസികൾക്ക് വിമാന യാത്രാകൂലിയേക്കാൾ കുറഞ്ഞ നിരക്കിലുള്ള യാത്രയാണ് കപ്പൽ സർവീസിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. 3 ദിവസം കൊണ്ട് കേരള ഗൾഫ് യാത്ര പൂർത്തിയാകുന്ന രീതിയിൽ കപ്പലിന് സർവീസ് നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പദ്ധതി നടപ്പിലായാൽ സാധാരണക്കാരായ പ്രവാസികൾക്കും അവധിക്കാലത്തെ കുടുംബസമേത യാത്രകൾക്കും കുറഞ്ഞ ചെലവിൽ അവസരമൊരുങ്ങും.